അപ്പോൾ ഈ ഒരു ഒബീസിറ്റി ഒരു അസുഖമാണെന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതിന് എന്തെല്ലാം ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്കിപ്പോൾ ഈ വെയിറ്റ് ലോസിന് വേണ്ടി ഒരുപാട് മെഡിസിൻസും കാര്യങ്ങളൊക്കെ മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനല്ല, നമുക്ക് കുറേ ന്യൂവർ മോളിക്യൂൾസ് വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചെക്റ്റബിൾ കുറച്ച് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് സെമാഗ്ലൂട്ടൈഡ്, ടിർസെപ്റ്റൈഡ് എന്നൊക്കെ പറഞ്ഞ് ഇഞ്ചെക്ഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഒരു ഐഡിയൽ കാൻഡിഡേറ്റ് ഫോർ സർജറി ആവണമെന്നില്ല. അതിപ്പോൾ ഞാനും കേട്ടു ഈ ഒരു ഇഞ്ചക്ഷൻസിനെ കുറിച്ചിട്ട്, അല്ലേ, ടോക്ക് ഓഫ് ദി ടൗൺ എന്ന് പറയുന്ന പോലെ തന്നെ ഇതിപ്പോൾ കുറച്ച് പോപ്പുലർ ആയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഇഞ്ചക്ഷനെ കുറിച്ച് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ സർജറിക്ക് കൺവിൻസ് ആവാത്ത പോലെ തന്നെ ഇഞ്ചക്ഷനെ കുറിച്ചിട്ട് ഒരുപാട് പേടിയുള്ള ആളുകളുണ്ടായിരിക്കും. ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ ഇത് ആർക്കൊക്കെ ഇൻടേക്ക് ചെയ്യാൻ പറ്റും? ഇത് ഇഞ്ചക്ഷൻ നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് വിചാരിക്കുക നമ്മൾ ഹോസ്പിറ്റലിൽ പോയി എല്ലാ ആഴ്ചയും പോയി ഇഞ്ചക്ഷൻ അടിക്കണം. അങ്ങനല്ല. നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്ന രോഗികളെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു പെൻ ഡിവൈസ് പോലെ അവരൊരു പെൻ കറക്കുന്നു, ഒരു സ്വന്തമായിട്ട് അവർ തന്നെ എടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ്. അതുപോലെ തന്നെയാണ് ഈ ഇഞ്ചക്ഷൻ. ഇത് നമ്മൾ ആഴ്ചയ്ക്ക് ഒരിക്കൽ എടുക്കുന്ന ഇഞ്ചക്ഷനാണ്. അതായത് ഒരു മാസത്തിൽ 4 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. മനസ്സിലായി? പക്ഷേ ഇത് പേഷ്യന്റ് തന്നെ സ്വന്തമായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ വീട്ടിലിരുന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചക്ഷൻ. ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ലൈനാണ് എപ്പോഴും എല്ലാവർക്കും ഒരു സംശയം വരും, ഞാൻ എല്ലാ ആഴ്ചയും ഹോസ്പിറ്റലിൽ പോയി എടുക്കേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ള. അല്ല, ഇത് നമ്മൾ ബേസിക്കലി ഒരു പെൻ പോലെ ഇൻസുലിൻ ഡിവൈസ് പോലത്തെ തന്നെ ഡിവൈസാണ്. ഇത് നമ്മൾ സ്വന്തമായിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. പിന്നെ നിങ്ങൾ ചോദിച്ച പോലെ ഇപ്പോൾ ഈ സൈഡ് എഫക്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത്, ദീസ് ആർ റിലേറ്റീവ്ലി സേഫ് മോളിക്യൂൾസ്. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഇതൊരു ഗ്യാസ് ആണ് മേജർ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ മോണിറ്റർ ചെയ്യും, അത് വരാതിരിക്കാനുള്ള അഡ്വൈസും കാര്യങ്ങളെല്ലാം കൊടുക്കും. ഇപ്പോൾ ഈ ന്യൂവർ മോളിക്യൂൾസ് ഒരുപാട് പേഷ്യൻസ് യൂസ് ചെയ്തവരിൽ ദേ ആർ ഓൾ ഡൂയിങ് ഫൈൻ. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല.